ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. എന്താണ് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ്? ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ എങ്ങനെയാണ് ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുക? ഇതൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യ SU-30 ഉപയോഗിക്കുന്ന എഞ്ചിൻ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ പുതിയൊരു എഞ്ചിൻ വികസിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? യഥാർത്ഥത്തിൽ എന്താണ് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗും അതിൻ്റെ അതിസങ്കീർണമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ? SU-30 MKI എന്ന നമ്മുടെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനം. ഇന്ത്യയുടെ കയ്യിൽ റഫാലുണ്ട്, മറ്റത് പലതും ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല് SU-30 MKI ആണ്. ആ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിൻ എന്നത് AL-31FP എന്ന് പേരിട്ടിരിക്കുന്ന NPO സാറ്റേൺ എന്ന റഷ്യൻ വിമാന നിർമ്മാണ കമ്പനി നിർമ്മിച്ച എഞ്ചിനാണ്. ആ എഞ്ചിൻ അതിശക്തമായ ഒരു എഞ്ചിനാണ്. അതിന്റെ ഡ്രൈ ത്രസ്റ്റ്, അതായത് ആഫ്റ്റർ ബേണർ ഇല്ലാത്ത ത്രസ്റ്റ് എന്ന് പറയുന്നത് 85 കിലോ ന്യൂട്ടൺ ആണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിപ്പോ LCA തേജസ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ അമേരിക്കയുടെ GEയുടെ കൈവശം നിന്ന് വാങ്ങിച്ച F404 IN-20 എന്ന എഞ്ചിന് അതിൽ ആഫ്റ്റർ ബേണർ ഉപയോഗിക്കുമ്പോൾ പോലും വരുന്നത് 84 കിലോ ന്യൂട്ടണോട് അടുപ്പിച്ചാണ്. ഇത് ആഫ്റ്റർ ബേണർ ഒന്നും ഉപയോഗിക്കാതെ 85 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് കൊടുക്കുന്ന, ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച് കഴിയുമ്പോൾ 125 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് വരുന്ന എഞ്ചിനാണ് ഈ AL-31FP. അതാണ് SU-30 MKI എന്ന ഇന്ത്യയുടെ യുദ്ധവിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ. ആ എഞ്ചിൻ നിർമ്മിക്കാനുള്ള ടെക്നോളജി ഇന്ത്യക്ക് റഷ്യ കൈമാറിയെന്നൊക്കെ റഷ്യ പറയുന്നുണ്ടെങ്കിലും അത് ശരിയല്ല. അതായത് അത് അസംബിൾ ചെയ്യാനുള്ള ടെക്നോളജി മാത്രമാണ് നമുക്ക് തന്നിരുന്നത്. അതായത് അതിന്റെ ഭാഗമല്ല ഇവിടെ കൊണ്ടുവരും, അത് എങ്ങനെ അസംബിൾ ചെയ്യണമെന്ന് ഉള്ള ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ നമുക്ക് തരും. ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് HALന്റെ എഞ്ചിനീയർമാര് അതങ്ങ് ഫിറ്റ് ചെയ്യും. അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംയോജിപ്പിക്കുമ്പോൾ അത് ഒരു ഒരു എഞ്ചിനായിട്ട് അത് ആ എഞ്ചിൻ പൂർണ്ണ രൂപത്തിലെത്തും. പക്ഷേ ഇവിടെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വാർത്ത, ഇന്ത്യ ഇത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി സ്വന്തമായിട്ട് നിർമ്മിച്ചു എന്ന്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നാൽ ഇതിന്റെ മുഴുവൻ സാങ്കേതിക വശങ്ങളും നമ്മൾ ഈ എഞ്ചിനെ കുറിച്ച്, എഞ്ചിൻ ഏതായാലും നമ്മുടെ കൈവശമുണ്ട്, അത് നമുക്ക് അഴിച്ചു പരിശോധിക്കാം. അങ്ങനെ അത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതിന്റെ സാങ്കേതിക പ്രത്യേകതകൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കും. അപ്പൊ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണ്. പക്ഷെ അത് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് റഷ്യ ഈ എഞ്ചിന് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് അസംബിൾ ചെയ്യുക. അവരതിന് കുറെ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അസംബിൾ ചെയ്യാനുള്ള ഒരു ബ്ലൂ പ്രിന്റും അതിനുള്ള നിയമപരമായ അധികാരവും, കാരണം അവർക്ക് പേറ്റന്റ് ഉള്ളതാണ്, നിയമപരമായ അധികാരവും നമുക്ക് തന്നിട്ടുണ്ട് അസംബിൾ ചെയ്യാൻ. അതുപോലെ ഇതിന്റെ ചില കോമ്പണൻസ്, ഘടകങ്ങൾ ഉണ്ടാക്കാനുള്ള നിയമപരമായ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ മെയിൻ്റനൻസിനുള്ള ട്രെയിനിങ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള സ്വന്തമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തോളാൻ ഉള്ള നിയമപരമായ അവകാശവും നമുക്കുണ്ട്. റിപ്പയറിങ്, മെയിൻ്റനൻസ്, റിപ്പയറിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള അത്രയുള്ള മിനിമം സാങ്കേതിക വിദ്യ അവർ തന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇതിന്റെ സോഴ്സ് കോഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതായത് ഇതിന്റെ ഡിസൈൻ സംബന്ധിച്ച സോഫ്റ്റ്വെയർ ഒന്നും നമ്മുടെ കയ്യിലില്ല. അതുപോലെ ഇതിന്റെ മെറ്റലർജി, അതായത് വിമാനത്തിന്റെ പല ഭാഗങ്ങളും നിർമ്മിക്കുന്നത് ഒരു സിംഗിൾ മെറ്റൽ കൊണ്ടല്ല, അത് അലോയികൾ കൊണ്ടാണ്. അപ്പൊ അത് ഇത്ര പ്രൊപ്പോർഷനിലായിരിക്കും. അതിൽ വിവിധ ലോഹങ്ങൾ, ആ ലോഹക്കൂട്ട് വിശദാംശങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ. ആ ലോഹം റഷ്യ നിർമ്മിച്ച് നമുക്ക് തരും. അത് നമ്മൾ സംയോജിപ്പിക്കും ആ ലോഹം. അപ്പോ അത് ഉണ്ടാക്കാനുള്ള ഇതും വിശദാംശങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ഈ എഞ്ചിൻ മാനുഫാക്ചറിന് വേറെ ചില സാങ്കേതിക, അതായത് കംപ്രസർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ അവർ തരത്തില്ല. അതുപോലെ ഭാവിയിൽ ഇത് മോഡിഫൈ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ലീഗൽ റൈറ്റ് വേണം, അതുമില്ല. ഡിസൈൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതും തന്നിട്ടില്ല. ഇപ്പൊ ഈ ഇന്ത്യക്ക് റഷ്യ ടെക്നോളജി ട്രാൻസ്ഫർ നടത്തിയെന്ന് പറഞ്ഞപ്പം ഞാൻ ആദ്യം പറഞ്ഞ മിനിമം കാര്യങ്ങൾ മാത്രമേ അവർ തന്നിട്ടുള്ളൂ.
പക്ഷേ ഇന്ത്യ ഇതിന്റെ ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഇതിന്റെ ഡ്രാഫ്റ്റ് രേഖകൾ നമുക്ക് ഡ്രോയിങ്സ് ഒക്കെ നമുക്ക് തരുമ്പോൾ അത് 2 ഡയമെൻഷൻ അല്ല. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അതിന്റെ ഒരു 3 ഡയമെൻഷണൽ രൂപം ഉണ്ടാക്കിയിട്ട് നമ്മളത് പഠിച്ചു. അങ്ങനെ നമുക്ക് അതിന്റെ ഡിസൈൻ സോഫ്റ്റ്വെയർ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഈ എഞ്ചിൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. പിന്നെ അത് കൂടാതെ ഈ അലോയികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ലോഹക്കൂട്ടുകൾ പലതും ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ചു. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് കൃത്യമായിട്ട് ആ ലോഹം അലോയ്സ് നമ്മൾ നിർമ്മിച്ചു. പിന്നെ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് പോലുള്ള ടെക്നോളജികൾ നമ്മൾ നിർമ്മിച്ചു. ഫുൾ അതോറിറ്റി ഡിജിറ്റൽ കൺട്രോൾ എന്ന ഒരു സംവിധാനം, അതായത് ഒരു വിമാനത്തിന്റെ എഞ്ചിൻ, ആ എഞ്ചിൻ മനുഷ്യന്റെ ഇടപെടലില്ല, അത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ കൺട്രോളാണ്. അതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ആ എഞ്ചിന്റെ അന്തരീക്ഷത്തിന്റെ പരിതസ്ഥിതികൾക്ക് അനുസരിച്ച് ആ എഞ്ചിൻ സ്വയം അതിന്റെ ഫ്യൂവൽ ഫ്ലോ തൊട്ട് മറ്റെല്ലാ ഘടകങ്ങളും സ്വയം ക്രമീകരിക്കും. ആ ക്രമീകരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ അതിനാണ് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ കൺട്രോൾ. ആ ഫുൾ FIDCയും നമ്മൾ ഡിസൈൻ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു എഞ്ചിൻ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചതിൽ വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സർക്കാർ അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ചൈന ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ചൈനയുടെ J-20 ചെങ്ഡു എന്ന വിമാനത്തിലും ഇപ്പൊ ചൈന നിർമ്മിക്കാൻ പോകുന്ന J-35 ഒക്കെ ഈ AL-30 എഞ്ചിന്റെ വകഭേദങ്ങളാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു എഞ്ചിനുകളിൽ ഒന്നാണ് AL-30 കുടുംബത്തിലെ. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിരിക്കുന്ന ഈ എഞ്ചിൻ ഒരെണ്ണത്തിന് തന്നെ ഒരു 125 കിലോ ന്യൂട്ടൺ ഡ്രൈ വെറ്റ് ത്രസ്റ്റ്, അതായത് ആഫ്റ്റർ ബർണർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് സൂക്ഷ്മമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആഫ്റ്റർ ബർണറിൽ റീഡിസൈൻ ചെയ്തുകൊണ്ട് അത് ഏതാണ്ട് 145 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് വരെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള 2 എഞ്ചിനാണ് ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 123 കിലോ ന്യൂട്ടൺ 125 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കുന്ന 2 എഞ്ചിനാണ് നമ്മുടെ SU-30 MKI ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ SU-30യുടെ ആ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കാം. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വിമാനമാണ്. അതിന് ത്രസ്റ്റ് വെക്ടറിംഗ് എന്ന് പറയുന്ന പോലെ സൂപ്പർ ക്രൂയിസ് ത്രസ്റ്റ് വെക്ടറിംഗ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു വിമാനമാണ്. അതായത് പെട്ടെന്ന് വിമാനം അതിവേഗത്തിൽ കുതിച്ച് സൂപ്പർ ക്രൂയിസ് ചെയ്യും, പിന്നെ നിന്ന നിപ്പിൽ വെട്ടിത്തിരി. അതിനാണ് ഈ ത്രസ്റ്റ് വെക്ടറിംഗ് എന്ന് പറയുന്നത്. അതാ ഈ എഞ്ചിനിലെ എക്സോസ്റ്റ് സ്വയം ക്രമീകരിച്ചിട്ട് ആ എഞ്ചിന് അതിലേക്ക് പുറന്തള്ളുന്ന ആ ഒരു എക്സോസ്റ്റ് സ്വയം ക്രമീകരിക്കാൻ പറ്റും. അത് സൈഡിലോട്ടോ മുകളിലോട്ടോ താഴോട്ടോ ക്രമീകരിച്ചിട്ട് അങ്ങനെ ക്രമീകരിക്കുമ്പോൾ വിമാനം വെട്ടിത്തിരിയും. വിമാനത്തിന് വെട്ടിത്തിരിയാനും സൂക്ഷ്മമായിട്ട് തിരിയാനും എന്ത് വേണമെങ്കിലും സാധിക്കും. അതിനാണ് ത്രസ്റ്റ് വെക്ടറിംഗ്. ആ ത്രസ്റ്റ് വെക്ടറിംഗ് കാപ്പബിലിറ്റി ഒക്കെ ഉള്ള ഒരു എഞ്ചിനാണ് ഈ AL സീരീസ് കുടുംബം. അപ്പൊ ചൈനയുടെ 5ാം തലമുറ വിമാനങ്ങൾ വരെ ഉപയോഗിക്കുന്ന ഈ AL സീരീസ് എഞ്ചിനാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതൊക്കെ നേരത്തെ ചെയ്ത് ഈ എഞ്ചിൻ ഒന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ടൊരു എഞ്ചിൻ നേരത്തെ തന്നെ ഉണ്ടാക്കാമായിരുന്നു. ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ തേജസ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. അല്ലെങ്കിൽ റഷ്യയുടെ അനുവാദത്തോടുകൂടി തന്നെ ചെയ്യാമായിരുന്നു. റഷ്യക്ക് ഒരു കോമ്പൻസേഷൻ കൊടുത്താൽ മതി, അവർ സമ്മതിക്കും. എന്തുകൊണ്ടോ നമ്മൾ അതൊന്നും ചെയ്തില്ല. അമേരിക്കയുടെ എഞ്ചിന്റെ പുറകെ നമ്മൾ പോയി. അത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല ആ ഒരു യുക്തി എന്താണെന്ന്. എന്നിരുന്നാലും ശരി, ഇപ്പോ ഇന്ത്യ ഇത് സാധിച്ചെടുത്തു എന്നുള്ളത് അത് വലിയൊരു നേട്ടമാണ്. അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പോ റഷ്യ-യുക്രൈൻ യുദ്ധം നടക്കുന്നു, അമേരിക്ക-ഇറാൻ യുദ്ധം നടക്കുന്നു. അമേരിക്കയുടെ കൈവശം ഇപ്പൊ പേട്രിയോട്ട് മിസൈലുകൾ സ്റ്റോക്ക് ഇല്ലാതാവുകയാണ്. കാരണം ഇറാനിൽ മൊത്തം പ്രയോഗിച്ച. അപ്പൊ അമേരിക്കയുടെ കയ്യിൽ നിന്ന് പേട്രിയോട്ട് മിസൈൽ വാങ്ങിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അമേരിക്കയുടെ കയ്യിൽ സ്റ്റോക്കില്ല. റഷ്യയുടെ പക്കലും ഇത് തന്നെ പ്രശ്നമുണ്ട്. നമ്മുടെ S-400 നമുക്ക് ആദ്യം പ്രോമിസ് ചെയ്ത സമയത്ത് എല്ലാം ഡെലിവറി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അവരത് തീർക്കും. അമേരിക്കയെ പോലെല്ലാം മനഃപൂർവ്വമല്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത്, ഇത്തരം ഭാവിയിലെ ഒരു രാജ്യത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർക്ക് ചില വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പറ്റില്ലെന്നിരിക്കും. ഇപ്പൊ സ്വന്തമായിട്ട് ഇതിന്റെ സ്പെയർ പാർട്ടൊക്കെ ഇന്ത്യ നിർമ്മിക്കാൻ തുടങ്ങുന്നു. സ്വന്തമായിട്ട് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നു. സ്വന്തമായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു 10 SU-30 10 വിമാനങ്ങളുടെ എഞ്ചിന് കുഴപ്പമുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അത് റീപ്ലേസ് ചെയ്യാം. റഷ്യക്കാണെങ്കിൽ അത് നിർമ്മിക്കാനും പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ എഞ്ചിൻ
ഇന്ത്യയിൽ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തിട്ട്. മാത്രമല്ല അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, ഭാവിയിലേക്ക് കുറച്ചുകൂടി ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ ആർജിച്ചെടുത്ത വിജ്ഞാനം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല ഈ പല കാര്യങ്ങളിലും ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് നമ്മളിപ്പോ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിനുകൾ നമ്മൾ നിർമ്മിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കാവേരി എഞ്ചിന്റെ പിന്നെ 2.0 കാവേരി 2.0 എന്ന പുതിയൊരു എഞ്ചിൻ, അത് 90 കിലോ ന്യൂട്ടൺ വെറ്റ് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കും. ഇതിന്റെ അത്ര ശക്തിയില്ല. പക്ഷെ എങ്കിലും ഇത് അതിനേക്കാൾ മികച്ച ഒരു എഞ്ചിൻ നമ്മൾ കൈകാര്യം ചെയ്ത് നമ്മുടെ പരിചയം ഉള്ളത് കൊണ്ട് അതിന്റെ ടർബൈൻ ഡിസൈനിങ്ങില്, അതുപോലെ മൊത്തത്തിലുള്ള മാനുഫാക്ചറിങ് എക്സ്പെർട്ടൈസില്, ടെസ്റ്റിങ്ങിന്റെ കാര്യത്തിലുള്ള മെത്തഡോളജികള്, റിപ്പയർ, പിന്നെ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് ഈ മെറ്റലർജി, ഞാനീ പറഞ്ഞ ലോഹക്കൂട്ടുകളുടെ സാങ്കേതിക വിദ്യ, ഇതൊക്കെ തന്നെ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി നമുക്ക് കിട്ടിയ ഒരു അറിവ് അവിടെ നമുക്ക് വലിയ പ്രയോജനം ചെയ്യും എന്നാണ് എല്ലാ പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നത്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ജെറ്റ് എഞ്ചിൻ നിർമ്മാണ ആവാസ വ്യവസ്ഥയ്ക്ക് അത് ഗുണകരമാവും. കൂടുതൽ വിശകലനങ്ങളുമായിട്ട്, കൂടുതൽ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ താമസിയാതെ സമീപിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.